എടി ഇന്നലെ നീ ആശുപത്രിയിലായിരുന്നു പറഞ്ഞു. എടാ അത് അച്ഛമ്മക്ക് ഇപ്പൊ ഒട്ടും സുഖമില്ലടാ, എന്നും ആശുപത്രി തന്നെയാ. നല്ല പൈസ ഇറങ്ങണ്ടല്ലേ? നല്ല പൈസ ഇറങ്ങും. ഇൻഷുറൻസ് ഉണ്ടോ അവർക്ക്? ഇല്ല. ഇൻഷുറൻസ് ഒക്കെ എടുത്തു, അല്ലെങ്കിൽ പെട്ടെന്ന് എവിടെയെങ്കിലും അലയൊക്കെ അടിച്ച് വീണ് രക്തമൊക്കെ വന്ന് ആശുപത്രിയിലായി കഴിഞ്ഞാൽ ഇത്തിരി ഇൻഷുറൻസിന്റെ കുറവേ. കളവി ആ കാലത്ത് പൊലിയുമ്പോ വല്ല കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്ത് സംഭവിക്കാം. അത് ശരിയാ. ഇതിന് ജോലി കുഴപ്പമില്ല. ഇൻഷുറൻസ് ആകുമ്പോൾ നമ്മൾ ഇത്ര ആൾക്കാരൊക്കെ മാനിയായിട്ടൊക്കെ സംസാരിച്ച് സുഖമായിട്ട് ഇങ്ങനെ പോകും. എടാ നിന്റെ വണ്ടി ഏതായിരുന്നു? 220. ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല, തീർന്നിട്ട് 2 വർഷം. 2 വർഷം. നീ ആലോചിച്ചു, നീ ആ ഹൈവേ വഴിയൊക്കെ പോകുമ്പോൾ പെട്ടെന്നൊരു ടിപ്പറങ്ങാനും അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നല്ലൊരു ഇൻഷുറൻസ് എടുക്കണം. മനസ്സിലായി? ഇങ്ങനെ എടുക്കും, വില കുറച്ച് സെറ്റ് ചെയ്ത് തരാം. അല്ലെങ്കിൽ പൊന്നടിയാ നീ പോണ വഴി ഇടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജോലിയൊക്കെ ആയില്ലേ? കല്യാണം വീട്ടിൽ വന്ന് സംസാരിടാ. ഇപ്പഴേ സംസാരിക്കണം. ഇച്ചിരി വയ്യാതിരിക്കുന്നു, കല്യാണം നടത്തണ്ടേ? പോളിസി എല്ലാം എടുത്തിട്ടുണ്ടോ? ഇല്ല. പോളിസി ഒക്കെ എടുത്ത് വയ്ക്കാൻ പറയാം. അഥവാ കല്യാണം ഇപ്പോൾ വേണമെങ്കിൽ ഇൻഷുറൻസ് പേ ചെയ്ത് കിട്ടിയ പൈസ സ്ത്രീധനായിട്ട് കിട്ടും. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ലാഭനഷ്ട സാധ്യതയൊക്കെ സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ